വാസ്തുഗ്രഹത്തിൻ്റെ 6ാമത്തെ വാസ്തു ഓൺലൈൻ കോഴ്സ്. അത് നമ്മൾ 6ാമത്തെ ബാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ 5 ബാച്ചുകൾ നടന്ന് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അവരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ചിലർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലർ വാസ്തു വളരെ രീതിയിൽ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാസ്തു പഠിക്കാനോ വാസ്തുവിലൂടെ മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനോ ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടെ വാസ്തു പഠിക്കാൻ. വാസ്തു പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു സഹായമായിട്ടാണ് നമ്മളത് മാറ്റേണ്ടത്. സഹായിക്കാൻ ആ രീതിയിൽ വാസ്തു പഠിക്കാനും അറിയാനും ഈ ശാസ്ത്രത്തെ, ഈ വളരെ ദൈവികമായിട്ടുള്ള ഈ ശാസ്ത്രത്തെ അടുത്തറിയാനും നിങ്ങൾക്ക് ഒരു അവസരമാണ് ഈ വാസ്തുഗ്രഹത്തിൻ്റെ കോഴ്സ്. ഞാൻ നേരിട്ട് തന്നെയാണ് ഈ കോഴ്സ് നടത്തുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഒപ്പം തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50 മണിക്കൂറാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളവർ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഡൈനിങ് റൂം, ഭക്ഷണം കഴിക്കുന്ന റൂം എവിടെയാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ടേബിൾ, ഡൈനിങ് ടേബിൾ എവിടെയാണ് വയ്ക്കേണ്ടതെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ ഇപ്പോൾ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു പാൻട്രി സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് പെട്ടെന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്ന ഒരു പ്രവണതയാണിപ്പോൾ കൂടുതൽ കാണുന്നത്. നല്ലത് തന്നെയാണ്. ചിലവർ പക്ഷേ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സഹായമുണ്ട്. ഒപ്പം തന്നെ ഈ സെർവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എല്ലാം മാറും. പക്ഷേ നമ്മളൊരു കോമൺ ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും കൂടി ചേർന്ന്, അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ എല്ലാം ചേർന്ന് ഡൈനിങ് ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പ്രസക്തി വരും. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പ്രസക്തി വരുമ്പോൾ ഡൈനിങ് ടേബിൾ എവിടെയാണ് വയ്ക്കേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം ഡൈനിങ് ടേബിൾ ഞാൻ 4 ഡയറക്ഷനിൽ കാര്യങ്ങൾ പറയാം. ഡൈനിങ് ടേബിൾ ഈസ്റ്റിലാണ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ, ഈസ്റ്റിലാണ് ഡൈനിങ് ടേബിൾ ഇടുകയാണെങ്കിൽ റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് വരും. അപ്പോൾ ഈ നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ തമ്മിലുള്ള ബന്ധം, ആത്മബന്ധം കൂടും. ഈസ്റ്റിലാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സജ്ജീകരിക്കുന്നെങ്കിൽ. ഇനി സൗത്ത് ഈസ്റ്റ് സെക്ടറിൽ തന്നെയാണ് നമ്മൾ കിച്ചണോട് ചേർന്നാണ് ഡൈനിങ് ടേബിൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഡൈജഷൻ വളരെ നല്ലതാണ്. ഹെൽത്ത് എന്ന് പറയുന്ന ഫാക്ടർ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ സൗത്ത് ഈസ്റ്റിൽ നമ്മൾ ഡൈനിങ് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ. ഇനി സൗത്തിലാണ് വയ്ക്കുന്നെങ്കിലോ, സൗത്തിലാണ് വയ്ക്കുകയാണെങ്കിൽ നമുക്കുള്ള വിഷയമെന്ന് പറഞ്ഞാൽ, സൗത്തിൽ വയ്ക്കുമ്പോഴത്തേക്ക് സൗത്ത് എപ്പോഴും സമാധാനം. അപ്പോൾ അതായത് സൗത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കൂടും എന്നുള്ളതാണ്. ഇനി കരിയർ ഗ്രോത്ത്, എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള ഗ്രോത്ത്, ഇപ്പം ബിസിനസ് ഗ്രോത്ത്, ഇങ്ങനെയുള്ള ഗ്രോത്താണ് നിങ്ങളുടെ ടാർഗറ്റെങ്കിൽ ഡൈനിങ് ടേബിൾ വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുക. ഇത്രയും ഈ പ്രായോഗിക നിർദ്ദേശങ്ങൾ നമുക്ക് സൗകര്യാർത്ഥം വീട്ടിലൊരു കൃത്യമായ ഡൈനിങ് ടേബിളിൻ്റെ പൊസിഷൻ നമ്മൾ അതനുസരിച്ചൊരു കാര്യം. ഡൈനിങ് റൂം, പണ്ടൊക്കെ ഡൈനിങ് റൂം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡൈനിങ് റൂം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഡൈനിങ് ടേബിളിനെ നമ്മുടെ ഹാളിലൊരു കൺവീനിയൻറ്റ് ലൊക്കേഷനിൽ കൊണ്ട് വയ്ക്കുകയും അടുത്ത് തന്നെ നമ്മുടെ ഒരു വാഷ് ബേസിനും വയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഡയറക്ഷൻസ് ശ്രദ്ധിക്കുക. ഡൈനിങ് ടേബിൾ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു വാസ്തു ഗ്രോത്ത് ടൂളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും തുടർന്നും നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.